friends, welcome back to Silent Banking. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയുടെ ടോപ്പിക്ക് 5 golden rules to crack your bank exam in your first attempt എന്നാണ്. ആക്ച്വലി ദിസ് ഇസ് ഫോർ സം ഓഫ് മൈ സ്റ്റുഡൻസ്. കാരണം കുറച്ച് കുട്ടികൾ ടെലഗ്രാമിൽ എനിക്ക് കുറച്ച് നാളായിട്ട് കുറച്ച് മെസ്സേജസ് അയക്കുന്നുണ്ടായിരുന്നു. മിസ്സേ, ഞങ്ങൾ കോളേജ് കഴിഞ്ഞു, ഇനി അടുത്തത് എന്ത് ചെയ്യണം? ഇപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാം ഫീൽഡ് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. അപ്പം ഏതൊരു എക്സാം എഴുതണം എന്നൊരു പ്ലാനിങ് നിന്ന് അപ്പോൾ ബാങ്ക് എക്സാം ട്രൈ ചെയ്താലോ, കാരണം ഒരു സിലബസ് പഠിച്ച് ഒരുപാട് എക്സാം എഴുതാൻ പറ്റും, 6 മാസത്തിൽ ജോലി കിട്ടും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ എങ്ങനെ ക്രാക്ക് ചെയ്യാം, ഫസ്റ്റ് അറ്റംപ്റ്റിൽ എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വളരെ സിമ്പിളായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കും, പക്ഷെ അത് ഫോളോ ചെയ്യണം എന്നുള്ളത് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് നിങ്ങൾ ചെയ്യുമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടും അതുപോലെ ഓൾറെഡി 2-3 തവണ എക്സാം എഴുതിയിട്ടും എക്സാം ക്രാക്ക് ആവുന്നില്ല എന്നൊരു പ്രശ്നം അനുഭവിക്കുന്നവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ മൊത്തത്തിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ നമ്മൾ ഹ്യൂമൻ എറേഴ്സ് ഉണ്ടാകും. ചിലപ്പോൾ നമുക്ക് ചില മിസ്റ്റേക്കുകൾ ഉണ്ടാവും, നമ്മുടെ പഠിത്തത്തിലാണെങ്കിലും നമ്മുടെ എന്തൊരു കാര്യത്തിലും ചെറിയ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിൽ തന്നെ ഇൻഡൽജ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു തെറ്റ് തന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുക, എനിക്കിങ്ങനെ തോറ്റുപോയി, എനിക്ക് പരീക്ഷ കിട്ടിയില്ല എന്നതിൽ തന്നെ നിൽക്കാതെ മുന്നിലേക്ക് എന്ത് ചെയ്യുക, വീണ്ടും ട്രൈ ചെയ്യുക, കുറച്ചുകൂടെ എഫേർട്ട് ഇടുക. അപ്പോൾ റൂൾ എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഈ റൂൾ എല്ലാം ഒരുമിച്ച് സെറ്റാക്കി തരാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ, അതും കൂടെ പറഞ്ഞുതരാം. സോ ആദ്യത്തെ റൂള് വളരെ സിമ്പിൾ ആണ്. ഇത് ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ചൂസ് യുവർ എക്സാം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, റീസണിങ്ങും കോണ്ടും ഇംഗ്ലീഷും കറണ്ട് അഫയേഴ്സും നമ്മുടെ മെയിൻ സിലബസിൽ വരുന്ന ആൾക്കാർ. ഇവരെ വെച്ച് തന്നെ നമുക്ക് ഒരുപാട് ബാങ്ക് എക്സാംസ്, 20ഓളം ബാങ്ക് എക്സാംസ് ഒരു വർഷത്തിൽ എഴുതാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മുടെ ബാങ്ക് എക്സാം സീസൺ തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പ്രൈം ഫോക്കസ് ഏതെങ്കിലും 2 എക്സാമിൽ ഫോക്കസ് ചെയ്ത്, ഇപ്പോൾ SBIയുടെ ക്ലർക്കോ, IBPSന്റെ ക്ലർക്കോ, അല്ലെങ്കിൽ SBIയുടെ PO, IBPSന്റെ PO, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കപ്പാസിറ്റി അറിയാലോ, നിങ്ങളുടെ ഒരു പൊട്ടൻഷ്യൽ അറിയാലോ. അപ്പൊ നിങ്ങൾ എപ്പോഴും 2 എക്സാമിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുക. മെയിൻ ഫോക്കസിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ബാക്കി എല്ലാ പരീക്ഷകളും നിങ്ങൾ എഴുതണം ഈ മെയിൻ എക്സാമിന് പഠിച്ചുകൊണ്ട്. അപ്പൊ ഈ മെയിൻ എക്സാമിന് പഠിച്ചുകൊണ്ട് എഴുതാൻ പറ്റുന്ന ഒരുപാട് ബാങ്ക് എക്സാംസ് വരുന്നുണ്ട്, ഇൻഷുറൻസ് എക്സാംസ് വരുന്നുണ്ട്. അപ്പം മെയിൻ എക്സാമിന് ഫോക്കസ് ചെയ്ത് പഠിക്കുമ്പോൾ ആ ഒരു ലെവലിലായിരിക്കും നമ്മൾ. ഇപ്പൊ നമ്മൾ SBI POക്ക് പഠിക്കുകയാണെങ്കിൽ SBI ക്ലർക്ക് നമുക്ക് സുഖമായിട്ട് ക്രാക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾ എപ്പോഴും 2 എക്സാം 2 ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ദെൻ അടുത്തത്, അറ്റംപ്റ്റ് അതർ എക്സാംസ് ഫോർ ഫൈറ്റിംഗ് യുവർ എക്സാം. ചില കുട്ടികൾക്ക് ഇപ്പൊ CBT ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അപ്പോൾ ചില കുട്ടികൾക്ക് ഭയങ്കര പേടിയുണ്ടാവും, മിസ്സേ കമ്പ്യൂട്ടർ ബേസ്ഡ് ആകുമ്പോൾ എങ്ങനെയായിരിക്കും, ഇനി സമയം തികയുവോ, ഫുൾ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കുറെ ടെൻഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇത് നിങ്ങളുടെ മെയിൻ എക്സാമിന് മുന്നേ വരുന്ന ഇൻഷുറൻസ് എക്സാമുകൾ അല്ലെങ്കിൽ വേറെ കുറച്ച് ബാങ്ക് എക്സാമുകളൊക്കെ നിങ്ങൾ എഴുതി നോക്കുക. നമ്മുടെ ലക്ക് ഏത് സൈഡിലാണെന്ന് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ അതിൻ്റെയൊക്കെ പ്രിലിംസ് അങ്ങ് പാസ്സായെന്നും ഇരിക്കും, മാത്രമല്ല എക്സാമിനുള്ള പേടിയും ടെൻഷനും ഒക്കെ അങ്ങ് പോയെന്നും ഇരിക്കും. അപ്പൊ ഉറപ്പായിട്ടും ഈ ഒരു റൂള് ഫസ്റ്റ് നിങ്ങൾ ഉറപ്പുവരുത്താം. നിങ്ങൾ ഏത് എക്സാം എഴുതാൻ പോകുന്നു, നിങ്ങൾ അതിന്റെ കൂട്ടത്തിൽ വരുന്ന എക്സാമുകളൊക്കെ ട്രൈ ചെയ്യുക. മെയിൻ ഫോക്കസ് കൊടുത്ത് പഠിക്കുന്ന ആ ഒരു എക്സാമിന് പക്കയായിട്ട് നിങ്ങൾ റെഡി ആയിരിക്കാം. ഇനി പ്രിപ്പയർ എ ടൈം ടേബിൾ. ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി തന്നെ പഠിക്കുക. അതായത് 24 മണിക്കൂറും പഠിക്കാൻ നമ്മൾ പറയുന്നില്ല, ഒരു 7-8 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 7 or 8 hours. ഇനി 7 ഇല്ലെങ്കിൽ 6 hours. നിങ്ങൾക്ക് കിട്ടുന്ന സമയം നിങ്ങൾ മാക്സിമം പഠിക്കാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യുക. ആൻഡ് സ്റ്റഡി പ്ലാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ വീക്കർ ഏരിയാസ്, നിങ്ങളുടെ സ്ട്രോങ്ങർ ഏരിയാസ് ഒക്കെ നിങ്ങൾക്ക് അറിയണം. നിങ്ങൾ രാവിലെ എന്ത് പഠിക്കുന്നു, ഉച്ചയ്ക്ക് എന്ത് പഠിക്കുന്നു, വൈകിട്ട് എന്ത് പഠിക്കുന്നു എന്നൊരു പ്രോപ്പർ പ്ലാൻ ഉണ്ടാവണം. ഇഷ്ടമുള്ളതുപോലെ പഠിക്കാം എന്നാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ ഇഷ്ടമുള്ളതുപോലെ പഠിക്കുമ്പോൾ നമുക്ക് ടോപ്പിക്ക് കവർ ചെയ്ത് പോകുന്നതിന് ഒരു കറക്റ്റ് അളവ് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ പക്ഷേ നിങ്ങൾ നന്നായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കി പഠിക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ടും ഉണ്ടാവും. ഇനി വീക്കർ സ്ട്രോങ്ങർ ഏരിയാസ്. ചില ആൾക്കാർക്ക് കോണ്ട് അത്യാവശ്യം കുഴപ്പമുണ്ടാവത്തില്ല, റീസണിങ്ങും അത്യാവശ്യം അറിയായിരിക്കും, ഇംഗ്ലീഷ് ഭയങ്കര വീക്കായിരിക്കും. അതേസമയം ചില ആൾക്കാർക്ക് ഇംഗ്ലീഷ് കുഴപ്പമുണ്ടാവില്ല, റീസണിങ്ങും പ്രശ്നം ഉണ്ടാവില്ല, കോണ്ടിലായിരിക്കും പ്രശ്നം. അപ്പൊ നിങ്ങൾ തന്നെ ആദ്യം ചൂസ് ചെയ്യുക, നിങ്ങൾക്ക് ഏത് ഏരിയയാണ് സ്ട്രോങ്ങർ, ഏത് ഏരിയയാണ് വീക്കർ, എന്നിട്ട് അതനുസരിച്ച് നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ നിങ്ങൾ സെറ്റ് ചെയ്യുക. വീക്ക്ലി അനാലിസിസ്. നിങ്ങൾ ഒരാഴ്ച എന്ത് പഠിച്ചു എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. ഇപ്പൊ ഞാനാണ് പഠിക്കുന്നതെങ്കിൽ ഞാൻ സൺഡേ ആകുമ്പോൾ ഞാൻ നോക്കും, മൺഡേ ടു ഫ്രൈഡേ എന്ത് പഠിച്ചു. സാറ്റർഡേ ഞാൻ ടെസ്റ്റ് എടുക്കുന്ന ദിവസമാണെന്ന് കൂട്ടിക്കോ. മൺഡേ ടു ഫ്രൈഡേ ഞാൻ പഠിച്ചു, ഏതൊക്കെ ടോപ്പിക് എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റി, ഏതൊക്കെ ടോപ്പിക്കിൽ എനിക്ക് കുറച്ചധികം ടൈം വേണ്ടി വന്നു, ഏതൊക്കെ ടോപ്പിക് ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിപ്പോകും. ഓക്കെ, ദെൻ റൂൾ നമ്പർ 3, മോക്ക് ടെസ്റ്റ് സെക്ഷണൽ. മോക്ക് ടെസ്റ്റും സെക്ഷണലും ഫുൾ ലെങ്ത്തും
അതായത് നിങ്ങൾ പഠിക്കുന്ന ഇപ്പം നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിക്കുകയാണ്, നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സോ ഓഫ്ലൈൻ ക്ലാസ്സോ പഠിക്കുകയാണ്, അവിടുത്തെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും, ഡെയിലി പ്രാക്ടീസ് പേപ്പേഴ്സ് ഉണ്ടാവും. അത് ചെയ്യുന്നതിനൊപ്പം തന്നെ നിങ്ങൾ സെക്ഷണൽ ടെസ്റ്റ് കൊടുക്കണം, ഫുൾ ലെങ്ത് ടെസ്റ്റ് കൊടുക്കണം. ആൻഡ് ഓഫ് കോഴ്സ് അനാലിസിസ് ആണ് ഇവിടെ മുഖ്യം. അതായത് നിങ്ങൾ ഏതൊരു എക്സാം അറ്റൻഡ് ചെയ്താലും ആ എക്സാം അറ്റൻഡ് ചെയ്തതിന് ശേഷം അതിന്റെ സൊല്യൂഷൻ എടുത്ത് ആ ക്വസ്റ്റ്യൻസ് വെച്ച് നന്നായിട്ട് നിങ്ങൾക്ക് എന്താണ് ഐഡിയ വന്നത്. ഇപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ എനിക്ക് ആൻസർ കിട്ടിയത് ഇങ്ങനെയാണ്, പക്ഷെ അക്കോർഡിംഗ് ടു സൊല്യൂഷൻ ഇങ്ങനെയാണ് ആൻസർ വന്നേക്കുന്നതെന്ന് നിങ്ങൾ നിങ്ങളുടെ ആൻസറും സൊല്യൂഷനിലെ ആൻസറും കമ്പയർ ചെയ്ത് എന്തുകൊണ്ട് സൊല്യൂഷനിൽ നിങ്ങളുടെ ആൻസറിൽ വ്യത്യസ്തമായി വന്നു എന്ന് അനലൈസ് ചെയ്ത് അത് നോട്ട് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കാം. എപ്പോഴും വീക്ക്ലി നിങ്ങൾ സെക്ഷനിലും ഫുൾ ലെങ്ത്തും എടുക്കുന്നത് വളരെ നന്നായിരിക്കും. ആൻഡ് അത് നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടുകയും നിങ്ങളുടെ ടൈമിങ്ങിന് ഹെൽപ്പ് ചെയ്യുകയും ഒപ്പം തന്നെ നിങ്ങൾക്ക് അറിയാത്ത ടോപ്പിക്കിൽ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പൊ റൂൾ നമ്പർ 3 ആയേ. ഇനി നമുക്ക് റൂൾ നമ്പർ 4ലേക്ക് പോകാം. മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻ അനാലിസിസ്. ആക്ച്വലി മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാടൊക്കെ കിട്ടാൻ വഴിയില്ല. പക്ഷെ കിട്ടുന്നത് നല്ലതാണെങ്കിൽ നിങ്ങൾ അത് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് കുറേ തവണ റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷിലൊക്കെ ഹൈ ഫ്രീക്വൻസി എക്സാമിനേഷൻ വേർഡ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് വേർഡ്സ് ഉണ്ടാവും. അതൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ടോപ്പിക്കാണ് എപ്പോഴും ഒരു എക്സാമിൽ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്, ആ ടോപ്പിക്ക് എങ്ങനെ ഫോക്കസ് ചെയ്യണം, ആ ടോപ്പിക്കിൽ എന്തൊക്കെ അറിഞ്ഞിരിക്കണം, അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇനി കോർ ഏരിയാസിൽ ഫോക്കസ് ചെയ്യുക. ചില കുട്ടികൾക്ക് വൊക്കാബ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും, ചിലതെന്നല്ല മിക്കവാറും എല്ലാ കുട്ടികൾക്കും. എഡിറ്റോറിയൽസ് വായിക്കുക, വാക്കുകൾ എഴുതി വെക്കുക, ഗൂഗിൾ ചെയ്ത് അതിന്റെ മീനിങ്, സിനണിംസും ആന്റണിംസും മലയാളം മീനിങ് ഉൾപ്പെടെ എഴുതി വെക്കുക. ഒരു ദിവസം ഒരു എഡിറ്റോറിയൽ ഫോക്കസ് ചെയ്യാനേ ഞാൻ പറയുന്നുള്ളൂ. എല്ലാ എഡിറ്റോറിയലും വായിക്കാൻ ഞാൻ പറയും. ഹിന്ദു ആണ് വായിക്കുന്നതെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു എഡിറ്റോറിയൽ അത്യാവശ്യം നല്ല ബാങ്കിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ എക്കണോമിക് ഫൈനാൻസ്, നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ പാസേജ് വരുന്നതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കുറച്ചുകൂടെ ബാങ്കിങ് സൈഡിലേക്ക് ലീനിങ് ഉള്ള, അല്ലെങ്കിൽ ഒരു എക്കണോമിക് സൈഡിലേക്ക് ലീനിങ് ഉള്ള ഫിനാൻഷ്യൽ സ്കീമുകളൊക്കെ പറയുന്ന അത്യാവശ്യം നല്ലൊരു ഇമ്പോർട്ടൻസ് ഉള്ള എഡിറ്റോറിയൽ എടുക്കുക. അതിലെ വാക്കുകൾ എഴുതിയെടുത്ത് അതിന്റെ സിനണിംസും ആന്റണിംസും കൊടുത്ത് എന്ത് ചെയ്യുക, നിങ്ങളൊരു ബുക്ക്, അതിന് വേണ്ടി ഒരു ബുക്ക് വെക്കുക. ആൻഡ് അത് നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇതിനൊരു എക്സ്ട്രാ ഒരു എഫേർട്ട് ഇട്ടാൽ മതി. വീക്കെൻഡ് ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ സിസ്റ്ററോ ബ്രദറോ ഫാദറോ മദറോ ആരെങ്കിലും, ഹസ്ബൻഡോ വൈഫോ ആരോടെങ്കിലും പറയാ ഈ ഇട്ട വാക്കുകളിൽ നിന്ന് കുറച്ച് വാക്കുകൾ നിങ്ങളോട് ചോദിക്കാനോ, അല്ലെങ്കിൽ ഒരു ഡിക്റ്റേഷൻ പോലെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇട്ടിട്ടില്ലേ, അതുപോലെ ഒന്ന് ഇട്ടാനോ എന്ന് ചോദിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതനുസരിച്ച് നിങ്ങളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, എനിക്ക് വാക്കുകളൊക്കെ ഓർമ്മയുണ്ടോ, ഇനി വാക്കുകൾ ഓർമ്മയില്ലാത്തതുകൊണ്ട് അത് ഒന്നുകൂടെ റിവൈസ് ചെയ്യണം എന്നൊക്കെ മനസ്സിലാവും. അതുപോലെ തന്നെ DI, പസിൽ, അങ്ങനെ നിങ്ങൾക്ക് ഏതൊക്കെ ഏരിയാസ് ആണോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും മാർക്ക് കുറയുന്നത്, അല്ലെങ്കിൽ ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്തത്, അത് നിങ്ങളുടെ കോർ ഏരിയ ആയിട്ട് നിങ്ങൾ കണക്കാക്കി അതിൽ കൂടുതൽ എഫക്റ്റീവായിട്ട് പഠിത്തം നടത്തണം. ഓക്കെ, അതിൽ എഫക്റ്റീവായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി തന്നെ പഠിക്കണം. അങ്ങനെ കോർ ഏരിയാസ് സെറ്റ് ആയി കഴിഞ്ഞാൽ, ഇപ്പൊ ഇംഗ്ലീഷ് എടുക്കുകയാണെങ്കിൽ RC, പാരാജമ്പിൾ, ക്ലോസ് ടെസ്റ്റ്, എറർ ഡിറ്റക്ഷൻ ഒക്കെ കോർ ഏരിയാസ് ആണ്. അവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ടൈം എടുക്കുന്നതും തെറ്റാൻ ചാൻസ് ഒന്നും. ബാക്കിയുള്ളവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകും. പിന്നെ സെന്റൻസ് ഇംപ്രൂവ്മെന്റ് കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എന്ത് ചെയ്യണം, ഈ കോർ ഏരിയാസിൽ കുറച്ചുകൂടെ ടൈം കൊടുക്കണം. ബാക്കിയുള്ള ഏരിയാസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അത്യാവശ്യം ടൈം എടുത്ത് പ്രാക്ടീസ് ചെയ്താൽ മതി. പക്ഷേ ഇവരിൽ അധികം ടൈം കൊടുത്ത് തന്നെ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇത്രയും പറഞ്ഞിട്ട് 5ാമത്തെ റൂള് പറയുന്നതിന് മുന്നേ നിങ്ങൾക്കിനി ഞങ്ങളുടെ ഒത്ത് പഠിക്കാൻ, ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരിടത്ത് പഠിക്കാൻ ആഗ്രഹിക്കും, ഇതാണ് നമ്മുടെ റൂൾ 5 ഞാൻ വരുന്നതേ ഉള്ളൂ. അതിനു മുന്നേ നിങ്ങൾ ഓൺലൈനായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ IBPS SBI ടാർഗറ്റ് ബാച്ച് ആണ്. 6,999 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ബേസ് ടു അഡ്വാൻസ് ഓൺലൈനായിട്ട് ലോകത്തിന് എവിടെ ഒന്ന് വേണമെങ്കിലും ഞങ്ങളൊത്ത് പഠിക്കാം. ഇനി അതേസമയം നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ആദ്യത്തെ 10 ദിവസം ഫ്രീ ക്ലാസ്സസ് ആണ്. ഉറപ്പായിട്ടും വന്ന് അറ്റൻഡ് ചെയ്യുക. ഓഫ്ലൈൻ ആയിട്ട് നമ്മുടെ കോഴിക്കോട് വെസ്റ്റ് ഹിൽ സൈലം ക്യാമ്പസിൽ വെച്ചിട്ടാണ് ക്ലാസ് നടക്കുന്നത്. ബേസ് ടു അഡ്വാൻസിന്റെ 2nd ബാച്ച് ആണ്. സോ ഉറപ്പായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യാം. ഇനിയാണ് നമുക്ക് 5ാമത്തെ റൂളിലേക്ക് വരേണ്ടത്. റൂൾ നമ്പർ 5. റൂൾ നമ്പർ 5 എന്താ പറയുന്നത് കണ്ടോ? ഫോളോ 1 ക്ലാസ് 1 ടീച്ചർ ഫോർ 1 സബ്ജക്ട്. ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട് അവിടെ ഈ മിസ്സായി പോയി, സോറി. അപ്പോൾ ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു ക്ലാസ്, അതിപ്പോൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ അല്ലെങ്കിൽ ഏത് ക്ലാസ് ആണോ, നിങ്ങൾ യൂട്യൂബിലാവാം, ഓൺലൈൻ ആവാം, ഓഫ്ലൈൻ ആവാം, ഏതാണെങ്കിലും ഒരു സബ്ജക്റ്റിന് ഒരാളെ പെർട്ടിക്കുലർലി ഫോക്കസ് ചെയ്ത് അയാൾ പറയുന്നതും അയാളുടെ നോട്ട്സും അയാൾ പഠിപ്പിക്കുന്ന രീതിയും ഫോളോ ചെയ്യാം. കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കുത്തി നിറയ്ക്കുമ്പോൾ അത് കോംപ്ലിക്കേറ്റഡ് ആവാനും നമ്മുടെ ആ ഒരു തോട്ട് പ്രോസസ്സ് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഒരു പ്രോസസ്സ് തന്നെ ഭയങ്കര കൺഫ്യൂസിങ് ആവാനും ചാൻസ് ഉണ്ട്. ഇപ്പൊ ഇംഗ്ലീഷ് തന്നെ ഒരുപാട് ടീച്ചേഴ്സിന്റെ ക്ലാസ്സസ് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസിങ് ആവും. നിങ്ങൾക്ക്
എല്ലാ റൂൾസും കൂടെ തമ്മിൽ തിരിഞ്ഞു പോകും. മറ്റത് ഒരാളിൽ ഫോക്കസ് ചെയ്ത് അയാൾ പറയുന്ന റൂൾസ് കൃത്യമായി പഠിച്ച് അതേ രീതിയിൽ, കാരണം നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചർ എപ്പോഴും നിങ്ങളുടെ നല്ലത് വിചാരിക്കുന്ന ആളായിരിക്കും. നിങ്ങൾ ജയിക്കണമെന്നും നിങ്ങളെ പാസ്സാക്കി വിടണം എന്നുള്ളത് അവരുടെ ഒരു വലിയ ആഗ്രഹം വയ്ക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ടീച്ചേഴ്സിന്റെ അടുത്ത് പഠിക്കുമ്പോൾ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അത് ഒരെണ്ണം ഫോളോ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ എക്സ്ട്രാ എഫേർട്ട് ഇടണം. വൊക്കാബ് പഠിക്കാൻ എഡിറ്റോറിയൽ വായിക്കണം, അല്ലെങ്കിൽ വൊക്കാബിന് വേണ്ടി പുസ്തകങ്ങൾ വായിക്കണം, വീഡിയോസിലൊക്കെ വൊക്കാബ് കാണും, നമ്മുടെ എഡിറ്റോറിയൽ അനാലിസിസ് കാണാം, അതൊക്കെ ഓക്കെ. പക്ഷെ പഠിക്കുമ്പോൾ ഒരു ടീച്ചർ ഒരു നോട്ട് അങ്ങനെ ഫോക്കസ് ചെയ്താൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇനി പോസിറ്റീവ് മൈൻഡ് സെറ്റ്. എനിക്ക് കിട്ടുമോ, എന്നെ കൊണ്ട് പറ്റുമോ, ഇതൊക്കെ എനിക്കുള്ളതാണോ, ഇങ്ങനെയുള്ള സെൽഫ് ഡൗട്ട് ഒക്കെ മാറ്റി വെച്ച് പോസിറ്റീവ് മൈൻഡ് സെറ്റോടെ എനിക്ക് പറ്റാത്തതായിട്ടൊന്നുമില്ല, ഞാൻ ശ്രമിച്ചാൽ എനിക്ക് പറ്റും, ഞാൻ എൻ്റെ ബെസ്റ്റ് എഫേർട്ട് കൊടുത്താൽ എനിക്ക് എൻ്റെ ബെസ്റ്റ് റിസൾട്ടും കിട്ടും, ഇങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. സ്വയം ബിലീവ് ചെയ്യുക. നിങ്ങളെ ബിലീവ് ചെയ്യാനായിട്ട് നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, പുറത്തുനിന്ന് ആരും നിങ്ങളെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ നിങ്ങളെ തന്നെ ആദ്യം വിശ്വസിക്കുക. റിവാർഡ് യുവർ സെൽഫ് ഓൺ എവറി മൈൽ സ്റ്റോൺ. അത് ഓരോ ചെറിയ ചെറിയ, ഇപ്പൊ നിങ്ങൾ ഇന്നത്തെ മോക്ക് ടെസ്റ്റ് എടുത്തപ്പോൾ നിങ്ങൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുത്ത് നിങ്ങൾ ട്രീറ്റ് ചെയ്യുക. ഞാൻ വലിയ വലിയ സാധനങ്ങളൊന്നും വാങ്ങിക്കൊടുക്കാൻ പറയുന്നില്ല, ഒരു മുട്ടായി വാങ്ങിക്കൊടുത്താലും അതൊരു ഭയങ്കര വലിയ കാര്യമാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളെ തന്നെ എന്ത് ചെയ്യുക, അപ്രിഷിയേറ്റ് ചെയ്യുക, നിങ്ങൾ നിങ്ങളെ തന്നെ റിവാർഡ് ചെയ്യുക. അത് നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ കീപ് വർക്കിംഗ് ഹാർഡ് ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എന്തായാലും ബാങ്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്നോട് ചോദിച്ച കുട്ടികൾക്ക് എല്ലാവർക്കും ഈ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലെ ഏതൊക്കെ കണ്ടന്റിലാണ് വീഡിയോ കാണാൻ ആഗ്രഹം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് എക്സാമിനെ കുറിച്ച് എന്താണ് അറിയാൻ ആഗ്രഹം എന്നുള്ളത് താഴെ കമന്റ് ചെയ്താൽ ഉറപ്പായിട്ട് അതിൽ ഞാനൊരു വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ. ബൈ.